ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴോ എഴുതുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രപ്പോസിഷന്റെ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏത് വെർബ് വരും എന്നൊരു ഇഷ്യൂ നമുക്ക് വരാറുണ്ട് അല്ലേ. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണേലും എഴുതുമ്പോഴാണേലും നമുക്ക് ഫ്ലോ വരാത്തത്. അങ്ങനെ നമുക്കിത് തെറ്റിപ്പോയോ എന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്കൊരു ഫ്ലോ വരാറില്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മളത് ശരിക്കും പഠിക്കണം. അപ്പം നമ്മൾ അതിന്റെ സീരീസ് തന്നെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇപ്പോൾ നമ്മൾ പ്രപ്പോസിഷൻ പഠിച്ചു കഴിഞ്ഞു, പ്രപ്പോസിഷൻ പഠിച്ചു. ഇപ്പൊ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനകത്ത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബും വരണമെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ചില സബ്ജക്റ്റ് കാണും, നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് അറിയാൻ പറ്റില്ല. അത് നമുക്ക് ഏതാണെന്നറിയോ? കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും ആണ്. അപ്പം സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇൻ കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. ഈ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും നമ്മൾ ഇത് കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ ഏത് വെർബ് വരണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും നമ്മൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്, വീഡിയോയിൽ പോയി കാണുക. ഇനി നമ്മൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഒരുപാട് കാര്യങ്ങൾ പറയില്ല, നല്ല വൃത്തിക്ക്. അറിയത്തില്ലാത്തവരാണെങ്കിൽ അത് ഇവിടെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അവിടെ പോയി അത് കണ്ടിട്ട് വന്നിട്ട് വീഡിയോ ബാക്കി കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും എന്താന്ന് നമ്മൾ പഠിക്കണം. നോക്കൂ, ഇതില് കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരു നൗണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. നോക്കൂ, സബ്ജക്ട് ദാറ്റ് വി ക്യാൻ കൗണ്ട്. ഞാനത് മൊത്തത്തിൽ പറഞ്ഞതാ. സബ്ജക്ട് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ ഉപയോഗിക്കുന്നത്, ഇവിടെ സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ സബ്ജക്ട് എന്ന് പറഞ്ഞതാ കേട്ടോ. ഇത് ശരിക്കും വരുന്നത് ഏത് വസ്തുവോ വ്യക്തിയോ എന്ത് തന്നെ ആയാലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അപ്പം സബ്ജക്ട്സ് ദാറ്റ് വി ക്യാൻ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൗണ്ടബിൾ നൗൺ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബേസിക്സ് മുതലേ പഠിക്കണമെങ്കിൽ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഇത് നമുക്കൊരു റിഫ്രഷ് പോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിലൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എക്സാമ്പിൾ എന്തൊക്കെയാ? ബുക്ക്, പെൻ, ആപ്പിൾ, ബോയ്, സിസ്റ്റർ, ഡോക്ടർ, ഹോസ്. നമുക്ക് ഇതിനെ എണ്ണാൻ പറ്റില്ലേ? ബുക്ക്, എത്ര ബുക്കാണ് ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ പെന്ന്, ആപ്പിൾ എല്ലാം നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ് അല്ലേ. അതാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമുക്ക് പറയുന്നത്? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആണ്, ഇത് വലിയ വിഷമമില്ല നമുക്കിത് പഠിച്ചെടുക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒന്നാണെങ്കിൽ സിംഗുലർ കൊടുക്കുക, ഒന്നിൽ കൂടുതലാണെങ്കിൽ പ്ലൂറൽ കൊടുക്കുക. സിമ്പിൾ ആണ്, ഇത് നമുക്ക് അറിയാം അല്ലേ. ഇനി നമുക്ക് അൺകൗണ്ടബിൾ നൗൺസ് ആണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. നോക്കാം നമുക്ക്. കൗണ്ടബിൾ നൗൺസ് ഹാവ് പ്ലൂറൽ ഫോംസ്. ഉറപ്പല്ലേ? ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. ബുക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബുക്ക് ഉണ്ട്, അത് നമുക്ക് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം കൗണ്ടബിൾ നൗൺസ് ഹാവ് പ്ലൂറൽ ഫോംസ്. കൗണ്ടബിൾ നൗൺസിന് എപ്പോഴും പ്ലൂറൽ ഫോംസ് ഉണ്ടാവും. ഇനി എക്സാമ്പിൾ സെയിം തന്നെയാണ്. ബുക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബുക്ക് ഉണ്ട്. പെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേനകളുണ്ട്. ആപ്പിൾസ്, ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഉണ്ട്. ബോയ്സ്, ഒന്നിൽ കൂടുതൽ ബോയ്സ് ഉണ്ട്. സിസ്റ്റേഴ്സ്, ഒന്നിൽ കൂടുതൽ സിസ്റ്റർ ഉണ്ട്. ഡോക്ടേഴ്സ്, ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ട്. ഹോസസ്, ഒന്നിൽ കൂടുതൽ ഹോസസ് ഉണ്ട്. അപ്പം കൗണ്ടബിൾ നൗണിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഇതാണ് ആദ്യത്തെ വ്യത്യാസം. ഇത് നമുക്കറിയാം, സിമ്പിൾ ആണ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഈസി ആയിട്ടുള്ള ഒരു നിർവചനം. നിങ്ങൾക്ക് ഇനി കുറച്ച് ഇതിപ്പം ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക? ആ വീഡിയോ കാണാം. നോക്കൂ, ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. ഈ കൗണ്ടബിൾ നൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഏത് വെർബ് ചേർക്കണം എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നോക്കുള്ളൂ, എ ബുക്ക് ഡാഷ് ഓൺ ദ ടേബിൾ. ഓപ്ഷൻസ് നോക്കൂ, ആം, ഈസ്, ആർ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങളിവിടെ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇതിപ്പോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്ത്. ഇതിന്റെ ആൻസർ എന്താ? ഞാൻ പറഞ്ഞുതരാം. എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ. അപ്പോൾ ഒരു ബുക്ക് ആണെങ്കിൽ സിംഗുലർ വെർബ് അല്ലേ വരിക. സിംഗുലർ വെർബ് ഏതാണ്? ഈസ് ആണോ, ആർ ആണോ, ആം ആണോ? ആമും സിംഗുലർ ആണ്, പക്ഷെ ആം ഐയുടെ കൂടെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈസ് ഇവിടെ വരത്തുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ ആൻസർ എന്താണ്? എ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഇനി സം ബുക്സ് ഡാഷ് ഓൺ ദ ടേബിൾ. സം ബുക്സ് ഡാഷ് ഓൺ ദ ടേബിൾ. ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? സം ബുക്സ്, കുറച്ച് ബുക്കുകൾ ടേബിളിലുണ്ട്. അതിനെന്താ ഇവിടെ ഈസ് വരുമോ ആർ വരുമോ?
ആർ വരും അല്ലേ, സിമ്പിൾ ആണ് ആർ. ഇനി അപ്പം ഇത് വലിയ ഇതില്ല. നമ്മൾ ഇനി ഇവിടെ നോക്കൂ, മെനി സ്റ്റുഡൻസ്, മെനി സ്റ്റുഡൻസ് ഡാഷ് ആബ്സെന്റ്. മെനി സ്റ്റുഡൻസ് എന്ന് കുറെ കുട്ടികൾ ഈസ് ആബ്സെന്റ് ആണോ ആർ ആബ്സെന്റ് ആണോ? മെനി സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. സ്റ്റുഡന്റ് ഈസ് ആബ്സെന്റ് അല്ലെങ്കിൽ മെനി സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് എന്നാ പറയാം. അപ്പം മെനി സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്, ആറാണ് ആൻസർ. ഇനി സം ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ആബ്സെന്റ്. സം ഓഫ് ദ സ്റ്റുഡൻസ് എന്താ പറയാ, ആമാണോ ഈസ് ആണോ ആറാണോ വരിക? ആറാണ് വരിക അല്ലേ. സം ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളിൽ കുറച്ച് പേർ ആബ്സെന്റ് ആണ്. മനസ്സിലായല്ലോ. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇവിടെ കണ്ടോ, ഇവിടെ സം ഓഫ് ദ സ്റ്റുഡൻസ് ആണ്, കുട്ടികളിൽ കുറച്ച് കുട്ടികൾ. അപ്പം കുറച്ച് കുട്ടികളാകുമ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികളില്ലേ, അതുകൊണ്ടാണ് ഇവിടെ ആറ് വന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആബ്സെന്റേ വരത്തുള്ളൂ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. നമ്മൾ പഠിക്കുമ്പോൾ വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം? പ്ലൂറൽ ഫോം ഓഫ് ദ സബ്ജക്ട് ചേർക്കണം. എന്നിട്ട് വെർബ് എന്ത് വരും? സിംഗുലർ വെർബ് വരും എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് എന്റെ കൂട്ടുകാരിൽ ഒരാൾ. ഇവിടെ എന്താ പറഞ്ഞത്? സം ഓഫ് ദ സ്റ്റുഡൻസ്, കൂട്ടുകാരിൽ കുട്ടികളിൽ കുറച്ചു പേർ. മനസ്സിലായല്ലോ. അതാണ് സം ഓഫ് ദ സ്റ്റുഡൻസ് ആർ ആബ്സെന്റ്. ഇനി നോക്കൂ, അൺകൗണ്ടബിൾ. അത് വളരെ ഈസിയാണ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സിംഗുലർ ആണെങ്കിൽ ഒന്നോ ഒരു വ്യക്തിയോ ഒരു വസ്തു ആണെങ്കിൽ നമുക്ക് സിംഗുലർ വെർബ് കൊടുക്കാം. ഒന്നിൽ കൂടുതൽ വസ്തു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? പ്ലൂറൽ വെർബ് കൊടുക്കാം. ക്ലിയർ ആണേ. ഇനി അൺകൗണ്ടബിൾ നൗൺസ്, ഇതാണ് കുറച്ച് ഇച്ചിരി പാടാണ്. അൺകൗണ്ടബിൾ നൗൺസ് നോക്കൂ, ഇത് സബ്ജക്ട് ദാറ്റ് വി കനോട്ട് കൗണ്ട്. നമുക്ക് ഇത് എന്താ കൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്താ പഠിച്ചത്? നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും, സബ്ജക്റ്റിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്താ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റ് ആണ് എന്ത് പറയാ? അൺകൗണ്ടബിൾ. എക്സാമ്പിൾ എന്താ? സയൻസ്. കൗണ്ട് ചെയ്യാൻ പറ്റുമോ? എത്ര സയൻസ് ഉണ്ട്? സയൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണ്, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്താ മാത്തമാറ്റിക്സ്, അതും ഒരു സബ്ജക്റ്റ് ആണ്, നമ്മൾ കൗണ്ട് ചെയ്യില്ല. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി എക്സാമ്പിൾ എന്താ? മിൽക്ക്. മിൽക്ക് നമ്മൾ കൗണ്ട് ചെയ്യും? കൗണ്ടില്ല, അത് ലിറ്റർ ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. 1 ലിറ്റർ 2 ലിറ്റർ എന്നാ കൂട്ട് അല്ലെ. അപ്പം അത് ലിറ്റർ ആണ്. ഓയിൽ, അതുപോലെ ഷുഗർ. ഷുഗർ നമ്മൾ കൗണ്ട് ചെയ്യോ? 5 ഷുഗർ 6 ഷുഗർ എന്ന് പറയത്തില്ലല്ലോ, kgs എന്നാ പറയാ. ഗോൾഡ് നമ്മൾ കൗണ്ട് ചെയ്യും, അതൊരു മെറ്റൽ ആണ്. ഇങ്ക് കൗണ്ട് ചെയ്യില്ല. വിസ്ഡം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓണസ്റ്റി, സത്യസന്ധത, ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഇങ്ങനെ വരുന്ന സബ്ജക്റ്റുകളാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം എന്താണ് ഉറപ്പ്? ഇത് നമുക്ക് പ്ലൂറൽ ഫോംസ് ഉണ്ടാവില്ല അല്ലെ. യൂഷ്വലി സിംഗുലർ ആയിരിക്കും. ദേ ആർ യൂഷ്വലി സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൗണ്ട് ചെയ്യില്ലല്ലോ, ഒറ്റ യൂണിറ്റ് ആയിട്ടല്ലേ പറയുക. അതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല? ഇത് പ്ലൂറൽ ആവില്ല, ഇതെപ്പോഴും സിംഗുലർ ആയിരിക്കും. ഇനി ദേ ഓൾവേസ് ടേക്ക് സിംഗുലർ വെർബ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എന്ത് വരും? നമുക്കറിയാം, സിംഗുലർ വെർബേ വരത്തുള്ളൂ. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എന്ത് വരും? സിംഗുലർ വെർബേ വരത്തുള്ളൂ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ അപ്പൊ അൺകൗണ്ടബിൾ നൗൺ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ഒപ്പം ഇത് എപ്പോഴും സിംഗുലർ ആയിരിക്കും, എപ്പോഴും സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇത് അൺകൗണ്ടബിൾ നൗൺ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ലിക്വിഡിനെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ കുറച്ച് ഗോൾഡ്, അതുപോലത്തെ മെറ്റൽസ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വിസ്ഡം, ഓണസ്റ്റി, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക്, പിന്നെ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് സബ്ജക്ട്സ് നമുക്ക് അൺകൗണ്ടബിൾ നൗൺസിൽ പറയാൻ പറ്റും. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൗണ്ട് ചെയ്ത് 2 ആപ്പിൾ എന്ന് പറയും, പക്ഷെ 2 ഓയിൽ എന്ന് പറയില്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ 2 മിൽക്ക് എന്ന് പറയില്ല, 2 ഷുഗർ എന്ന് പറയില്ല, 2 ഗോൾഡ് എന്ന് പറയില്ല അല്ലെ. 1 kg ഗോൾഡ് എന്ന് പറയുന്നത്. ഇവിടെ kg എന്നോ ലിറ്റർ എന്നോ വരുന്ന എല്ലാ സാധനവും നമ്മൾ അൺകൗണ്ടബിളിൽ എടുക്കണം. പിന്നെ വിസ്ഡം, ഇതുപോലെ വിസ്ഡം, ഓണസ്റ്റി, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യം, നമുക്ക് തൊടാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? അൺകൗണ്ടബിൾ. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. 2 വിസ്ഡം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അവൻ നല്ല ബുദ്ധിമാനാണ്, ഹീസ് വിസ്ഡം അല്ലെ. ഹീസ് വിസ്ഡം അല്ല, ഹീസ് വൈസ് എന്ന് പറയും. ഹീസ് വൈസ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, ഇനി ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു തന്നെയാണ്. ലിക്വിഡ്സിന് നമുക്ക് വാട്ടർ, മിൽക്ക്, ജ്യൂസ്, ഓയിൽ, ടീ, കോഫി, ഇതിന് നമുക്ക് ഇത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 1 ഗ്ലാസ് ടീ, 2 ഗ്ലാസ് ടീ എന്നൊക്കെ പറയാം. അത് അർത്ഥം മാറി. ടീ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൗണ്ടബിൾ അല്ല. 1 ടീ 2 ടീ എന്ന് പറയില്ല, 1 ഗ്ലാസ് എന്ന് പറയുന്നത്. 1 ടീ എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് ടീ എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ലിക്വിഡ്സിനെ നമുക്ക് കൗണ്ടബിൾ നൗൺ ആയിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കൂ, എക്സാമ്പിൾസ്. മിൽക്ക് ഡാഷ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇവിടെ എന്ത് വരും? ഹാവ്, ആർ, ഹാസ്. ഹാസ് എന്നാണ് വരിക,
ഹാവ് എന്നാണ് വരിക മിൽക്ക്. നമ്മളിത് അറിയാം അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. ആണ് നമുക്ക് എന്താണ് ആൻസർ? ഹാസ് ആണ് ആൻസർ വരിക. ഹാസ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. അതുപോലെ കോഫി ഡാഷ് സെർവ്ഡ് ഇൻ ദ മോർണിംഗ്. ആം ഈസ് ആർ. ഇതിനകത്ത് എന്താ സിംഗുലർ ഏതാ? ഈസ് ആണ് അല്ലേ. കോഫി നമ്മൾ അറിയാം അൺകൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ ഈസ് ഉപയോഗിക്കും. ഈസ് എന്ന് പറഞ്ഞാൽ എന്താ സിംഗുലർ വെർബ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈസ് ഉപയോഗിക്കണം. അപ്പൊ ആൻസർ എന്ത് കിട്ടും? ഈസ് കിട്ടും. ഇനി മെറ്റീരിയൽസ് നോക്കൂ. മെറ്റീരിയൽസ് റൈസ്, ഷുഗർ, സോൾട്ട്, സാൻഡ്, ഗോൾഡ്, അയൺ. കണ്ടോ, ഞാൻ മെറ്റീരിയൽസ് പറഞ്ഞു. ഗോൾഡ്, അയൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളത് അളക്കുന്നത് എങ്ങനെയാ? 1, 2 എന്ന് കൗണ്ട് ചെയ്യാതെ അളക്കും. നമ്മൾ അരി എങ്ങനെയാ? കിലോ ആയിട്ടില്ല മേടിക്കുക. ഷുഗർ കിലോ കണക്കിനാണ് മേടിക്കുക. സോൾട്ട് കിലോ കണക്കിന്, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ആയിട്ടാണ് മേടിക്കുക. സാൻഡ് നമ്മൾ ഇത് ചെയ്യാറില്ല, കൗണ്ട് ചെയ്യാറില്ല അല്ലെ, കൗണ്ട് ചെയ്യില്ല. അപ്പം ഒരു ചാക്ക് സാൻഡ് എന്നൊക്കെയാ പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ അൺകൗണ്ടബിൾ ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് നമ്മൾ പഠിക്കണം. ഇത് നിങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറച്ചും കൂടി ഓർത്തിരിക്കാൻ പറ്റും. ഷുഗർ ഡാഷ് ആം ഈസ് ആർ. ഷുഗർ ഈസ് സ്വീറ്റ് എന്നാണ് പറയുന്നത്. സിംഗുലർ അൺകൗണ്ടബിൾ സിംഗുലർ വെർബ് ഈസ്. സോൾട്ട് ഡാഷ് നെസസറി ഫോർ ഗുഡ് ഹെൽത്ത്. ഈസ് അല്ലെ, സോൾട്ട് ഈസ് നെസസറി ഫോർ ഗുഡ് ഹെൽത്ത്. അറിയാലോ എന്തുകൊണ്ടാ? അത് നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് ആണ്. എപ്പോഴും അൺകൗണ്ടബിൾ നൗൺ വരുമ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഈസ് വരണം. ഇനി നോക്കൂ, അബ്സ്ട്രാക്ട് ഐഡിയാസ്. നമുക്ക് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോൺക്രീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനും ഫീൽ ചെയ്യാനും പറ്റുന്നതാണ് കോൺക്രീറ്റ്. തൊടാനും ഫീൽ ചെയ്യാൻ പറ്റാത്തതാണ് അബ്സ്ട്രാക്ട്. ഇതിനെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പൊ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അഡ്വൈസ്, ഇൻഫർമേഷൻ, നോളജ്, ലവ്, ഹാപ്പിനെസ്. ഇത് നമുക്ക് തൊടാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലേ? തൊടാൻ പറ്റുമോ? ഇല്ല. തൊടാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അഡ്വൈസ്, ഇൻഫർമേഷൻ, നോളജ്, ലവ്, ഹാപ്പിനെസ്. ഇൻഫർമേഷൻ ഡാഷ് പവർ ടുഡേസ് വേൾഡ്. ആം ഈസ് ആർ. എന്താ വരിക? ഇൻഫർമേഷൻ ഈസ് പവർ ഇൻ ടുഡേസ് വേൾഡ്. ഈസ് അല്ലേ വരിക? എന്തുകൊണ്ടാ? അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ സബ്ജക്ട്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് ഈ സബ്ജക്ട് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെർബ് സിംഗുലർ എടുക്കുള്ളൂ. സിമ്പിൾ. ഇനി നോളജ് ഡാഷ് ആസ് ഗ്രോ ഇൻ ലൈഫ്. ഹെൽപ്പ് ആണോ വരിക? ഹെൽപ്സ് ആണോ വരിക? നമ്മൾ ഇതിൽ ഏതാ ആദ്യം? നമ്മൾ ഇതിൽ കൺഫ്യൂഷൻ വരും. ഇതിൽ ഹെൽപ്സ് ആണോ ഹെൽപ്പ് ആണോ സിംഗുലർ? വെർബില് യെസ് വന്നു കഴിഞ്ഞാൽ അത് സിംഗുലറും യെസ് ഇല്ലാത്തത് പ്ലൂറലും ആണ്. അപ്പൊ നമുക്കിത് എന്ത് വരും? സിംഗുലർ ഏതാ? ഹെൽപ്സ് അല്ലെ. നോളജ് ഹെൽപ്സ് അസ് ഗ്രോ ഇൻ ലൈഫ്. ഹെൽപ്സ്. മനസ്സിലായോ? ഇനി കളക്റ്റീവ് ഐറ്റംസ്, ഫർണിച്ചർ, ലഗേജ്, ബാഗേജ്, എക്യുപ്മെന്റ്, ട്രാഫിക്. കളക്റ്റീവ് ഐറ്റംസ്, കളക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ്. നമ്മൾ ഫർണിച്ചർ എന്ന് പറയുമ്പം ഇപ്പം ചെയർ, ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ ആണ്. 2 ചെയർ ആണെങ്കിൽ 2 ചെയർസ്, 2 ടേബിൾസ് എന്ന് പറയാം. അത് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ചെയറും ടേബിളും സോഫ സെറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഫർണിച്ചർ എന്ന് പറയും. എല്ലാം കൂടെ ചേർത്തിട്ട് ഗ്രൂപ്പായിട്ട് പറയുന്നതുകൊണ്ട് നമ്മളതെന്താ കളക്റ്റീവ് ഐറ്റംസ് ആണ്. അത് കളക്റ്റീവ് ഐറ്റംസ് ആയതുകൊണ്ട് നമ്മളത് ഫർണിച്ചർ അത് കൗണ്ട് ചെയ്യില്ല. അത് എത്രയെണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യില്ല. അങ്ങനെ കൗണ്ട് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഫർണിച്ചറോട് ഉപയോഗിക്കാം. ലഗേജ് അതുപോലെ തന്നെയാണ്. ലഗേജ് എന്ന് പറയുന്നത് എന്താണ്? ലഗേജും ബാഗേജും സെയിം തന്നെയാണ്. ഒന്ന് ബ്രിട്ടീഷും ഒന്ന് അമേരിക്കൻ ഇംഗ്ലീഷും ആണ്. ലഗേജും ബാഗേജും. ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സാധനം, ലഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് വെക്കും, പിന്നെ ഫോണിന്റെ ചാർജർ വെക്കും, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മളൊരു പാക്ക് ചെയ്യുന്നതിനാണ് ലഗേജ്. അല്ലെങ്കിൽ കുറേ ബാഗ്സ് വരുന്നതാണ് ബാഗേജ് എന്നോ ലഗേജ് എന്നോ നമുക്ക് പറയാൻ പറ്റും. അപ്പം എക്യുപ്മെന്റ്, അതുപോലെ എക്യുപ്മെന്റ്സ്, പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന് നമ്മൾ അതും എക്യുപ്മെന്റ്സ് എന്ന് പറയില്ല, എക്യുപ്മെന്റ് എന്നേ പറയത്തുള്ളൂ. പിന്നെ ട്രാഫിക്സ് എന്ന് പറയുന്നത് അത് കുറെ വാഹനങ്ങൾ ചേരുമ്പം ഒരു ട്രാഫിക് വരും അല്ലെ, അതിനെയാണ് ട്രാഫിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഇത് അൺകൗണ്ടബിൾ ആണ്. ഇതിന്റെ കൂടെ എപ്പോഴും എന്ത് വരും? സിംഗുലർ വെർബ് വരും. ലഗേജ് ഡാഷ് ചെക്ക്ഡ് അറ്റ് ദ എയർപോർട്ട്. ആം ഈസ് ആർ. എന്താ വരിക? ഈസ് അല്ലേ, സിമ്പിൾ. ഈസ് ചെക്ക്ഡ്. ട്രാഫിക് ഡാഷ് ഹെവി ഓൺ ദ മെയിൻ റോഡ്. ട്രാഫിക് ഈസ് ഹെവി അല്ലേ, ഈസ് ഹെവി അല്ലേ വരിക? ആം ഈസ് ആറിനകത്ത് ഈസേ വരുള്ളൂ, സിംഗുലർ എന്ന് പറഞ്ഞാൽ ഇപ്പം അൺകൗണ്ടബിൾ നൗൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഈസ് ആണ് ആൻസർ. ഇനി എക്യുപ്മെന്റ് ഡാഷ് നെസസറി ഫോർ ദ ന്യൂ പ്രോജക്ട്. എക്യുപ്മെന്റ് എന്താണ്? എന്താ പറയുക? ആം ഈസ് ആർ. എക്യുപ്മെന്റ് നിങ്ങൾ തന്നെ പറയൂ, ഒന്ന് കമന്റ് ചെയ്തേ, എന്താ ആൻസർ വരിക? കമന്റ് ചെയ്തോ നോക്കൂ. ഈസ് ആ വരിക. എക്യുപ്മെന്റ് ഈസ് നെസസറി ഫോർ ദ ന്യൂ പ്രോജക്ട്. ഈസ് ആണ് ആൻസർ. എക്യുപ്മെന്റ് ഈസ് നെസസറി ഫോർ ദ ന്യൂ പ്രോജക്ട്.
ഇനി നോക്കൂ, വാട്ടർ ഡാഷ് എസെൻഷ്യൽ ഫോർ ലൈഫ്. വാട്ടർ എന്താ വരാ? ഈസ് അല്ലേ, സിമ്പിൾ. വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ലിറ്റർ ആയിട്ടല്ലേ എടുക്കാം നമ്മൾ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, സിമ്പിൾ. മിൽക്ക് നമ്മൾ നോക്കി, ഡാഷ് ഇൻ ദ ഫ്രിഡ്ജ്, ഈസ് ഇൻ ദ ഫ്രിഡ്ജ് അല്ലേ, മിൽക്ക് ഈസ് ഇൻ ദ ഫ്രിഡ്ജ്. അഡ്വൈസ് എന്താ? അഡ്വൈസ് ഈസ് യൂസ്ഫുൾ അല്ലേ, അഡ്വൈസ് ഈസ് യൂസ്ഫുൾ, അഡ്വൈസ് ഈസ് യൂസ്ഫുൾ. ഇനി നിങ്ങൾ പറയൂ, എ ലോട്ട് ഓഫ് ഷുഗർ എന്താ? എ ലോട്ട് ഓഫ് ഷുഗർ ഈസ് നീഡഡ് അല്ലേ, ഈസ് നീഡഡ്. ഷുഗർ അല്ലേ, ഷുഗർ അൺകൗണ്ടബിൾ ആണ്. എ ലോട്ട് ഓഫ് ധാരാളം ഷുഗർ വേണം, 3 ഷുഗർ വേണമെന്നല്ല, ധാരാളം ഷുഗർ നമുക്ക് വേണം. ലവ് മേക്ക് ആണോ മേക്സ് ആണോ വരിക? ലവ് എന്താ വരിക? നിങ്ങൾ തന്നെ പറഞ്ഞോ, പറയണം, നിങ്ങൾ പറയണം, എന്നാലേ പറ്റുള്ളൂ. അല്ല ഞാൻ മാത്രം പറഞ്ഞു നിങ്ങൾ കേട്ടിട്ട് പഠിക്കത്തൊന്നുമില്ല. അപ്പം ലവ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. മേക്സ് ആണ് സിംഗുലർ വേർബ് അല്ലെ, എസ് ഫോം വന്നു കഴിഞ്ഞാൽ അത് സിംഗുലർ വേർബ് ആണ്. ലവ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ, മേക്സ്. ഇനി സം ഓഫ് ദ റൈസ് എന്താ വരിക? ഈസ്, ഈസ് സ്പോയിൽഡ്. ഈസ് അല്ലേ വരിക? സം ഓഫ് ദ റൈസ്, കുറച്ച് റൈസ്. നമ്മൾ കൗണ്ട് ചെയ്യില്ല, കുറെ റൈസ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് അധികം റൈസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചാക്ക് റൈസിൽ കുറച്ച് റൈസ് എന്തായി? നമ്മൾ സം ഓഫ് ദ സ്റ്റുഡൻസ് വേർ ആബ്സെന്റ് എന്നോ ആർ ആബ്സെന്റ് എന്നോ പറയാം, അത് പ്ലൂറൽ. ഇവിടെ സം ഓഫ് ദ റൈസ് എന്ന് പറയുമ്പോൾ ഒരു ചാക്ക് റൈസിൽ കുറച്ച് റൈസ് എന്നാണ് അർത്ഥം. അത് നമ്മൾ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ഈസേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഇനി മച്ച് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ് അല്ലെ, മച്ച് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും എന്താന്ന് നോക്കി സിമ്പിൾ ആയിട്ട്, നിങ്ങൾക്ക് ബേസിക്സ് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കൗണ്ടബിൾ നൗണിന്റെയും അൺകൗണ്ടബിൾ നൗണിന്റെയും നല്ല വൃത്തിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇനി മനസ്സിലായവർക്ക് ഈ അൺകൗണ്ടബിൾ നൗണും കൗണ്ടബിൾ നൗണിന്റെ കൂടെ വെർബ്, ഏതൊക്കെ തരത്തിലുള്ള വെർബ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമ്മളൊന്ന് പഠിച്ചു. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, നമ്മൾ അതിന് ക്ലാരിഫിക്കേഷൻ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. സി യു സൂൺ. ടേക്ക് കെയർ.